ഈ വർക്കിന് കയറിയ ശേഷം എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഈ ഫീൽഡിൽ ഉള്ള വർക്ക് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഫ്രഷേഴ്സാണ്, ആരും ജോലിക്ക് കയറിയിട്ടില്ല. കയറുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും. സാലറി എത്രയാണ് കിട്ടിയിരുന്നത്? പിന്നെ ഒരു 6 മന്ത് മുന്നേ സാലറി ഇൻക്രിമെൻറ്റ് വന്നിരുന്നു. മാം ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അസസ്മെൻ്റ് ഉണ്ടാവും, പിന്നെയാണ് നമ്മൾ പെർമനൻ്റ്ലി പ്ലേസ്ഡ് ആവണമെന്നുള്ളത്. അപ്പോൾ ഈ അസസ്മെൻറ്റിൽ നമ്മളത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അറ്റ് ഫസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ, അപ്പോൾ എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ കോഡർ എന്നുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോഗ്രാം എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അല്ല, ടാഗ് ലൈൻ തന്നെ കിട്ടിയപ്പോൾ ടു എക്സ്പീരിയൻസ് സക്സസ് സ്റ്റോറീസ് ഓഫ് കാർഡിയൻസ്. സോ ഇവിടെ പഠിച്ച് പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. ദ സ്റ്റോറി നെവർ എൻഡ്സ്. സോ ഈ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. ഇവിടെ ഇവിടെ ഇപ്പോൾ ഉള്ള ഓരോ സ്റ്റുഡൻസിനും ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ കോഡിങ്ങിനെ കുറിച്ച് കേട്ടത് പല സോഴ്സിൽ നിന്നായിരിക്കാം. ചിലപ്പോൾ ഫ്രണ്ട്സ് വഴിയായിരിക്കാം, പ്ലേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ആയിരിക്കാം. നിങ്ങൾ പല സോഴ്സിൽ നിന്നായിരിക്കാം കോഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അന്ന് മുതൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ അഡ്മിൻസിനെ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനേഴ്സ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. ദെൻ പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ CPC എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നമ്മുടെ ബ്രാഞ്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പിന്നെയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ കോഡേഴ്സിനെ കുറിച്ചിട്ടുള്ള കോഡർ ലൈഫ് എന്താണ് ഒരു മെഡിക്കൽ കോഡറിൻ്റെ ജോബ് വരുന്നത്, അല്ലെങ്കിൽ കോഡർ ലൈഫ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം ഒരു കോഡറിൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ സിമിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോഡിങ് റിലേറ്റഡ് ആയിട്ടോ കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് സിമിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള ഡൗട്ട്സും ക്വയറീസും എല്ലാം നിങ്ങൾക്ക് സിമിയായിട്ട് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, സിമി ഇവിടെ 2021 ഡിസംബർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒപ്റ്റം ഹൈദരാബാദ് കമ്പനിയിൽ ജോബ് ഡ്രൈവ് ത്രൂ പ്ലേസ്ഡ് ആയതാണ്. ഏകദേശം 1 ഇയറിന് മേലെയായി സിമി ഒപ്റ്റത്തിൽ വർക്ക് ചെയ്യണു. അപ്പോൾ സിമീനെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം. സോ സിമി, ബാക്ക് ടു കാർഡിയ. ഞാനിവിടെ ഈ സെയിം ബ്രാഞ്ചിൽ തന്നെയാണ് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചത്. ഡിസംബറിൽ ഇവിടെ ഒരു ഒപ്റ്റത്തിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ ഡ്രൈവ് വഴിയാണ് ഞാൻ പ്ലേസ്ഡ് ആയത്, ഒപ്റ്റം ഹൈദരാബാദിൽ പ്ലേസ്ഡ് ആയത്. അവിടെ 1 ഇയറിന് മേലെ വർക്ക് ചെയ്തു. റീസെൻ്റ്ലി ഞാൻ അവിടുന്ന് റെസിഗ്നേഷൻ വെച്ച്, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസൈൻ വെച്ചതാണ്. ഇപ്പം മറ്റുള്ള കമ്പനീസിൽ റെസ്യൂം കൊടുത്തിട്ടുണ്ട്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് മന്ത് ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾക്ക്. ഫസ്റ്റ് മന്ത് ട്രെയിനിങ് കഴിഞ്ഞൊരു അസസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് പാസ്സായിട്ട് പിന്നെ നേരെ ഫ്ലോറിലേക്ക് സിസ്റ്റമൊക്കെ തന്ന് ഇരുത്തി, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഞാൻ MCOM ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രോബ്ലമൊക്കെ തോന്നിയിരുന്നു. പിന്നെ അതിനോട് ഹാബിച്വേറ്റഡ് ആയി. ഞാനൊരു കമ്പ്യൂട്ടർ ഫീൽഡിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ പേര് അദീന. ഞാൻ ഫെബ്രുവരി ബാച്ചിൽ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ സ്ട്രെസ്സൊക്കെ ഉള്ള വർക്കാണോ ഇപ്പം ചേച്ചി ചെയ്യുന്നത്? സ്ട്രെസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് വരുന്നത് ടാർഗറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഓരോ പ്രൊജക്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചിലപ്പം കൂടാം. ചിലപ്പോൾ ഡെയിലി ഒരു 120, 119 ചാർട്ടൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 28. അത് ഓരോ പ്രൊജക്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ടാർഗറ്റ് വരിക. അപ്പോൾ അത് ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുക്കേണ്ടി വരും, അല്ലാതെ വേറെ സ്ട്രെസ് ഒന്നുമില്ല. ഇപ്പോൾ CPC എക്സാം കഴിഞ്ഞിട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് CPC ജോബ് കിട്ടിയത്? CPC കഴിഞ്ഞിട്ട് ഞാൻ 1.5 മന്ത്സിനുള്ളിൽ ഞാൻ പ്ലേസ്ഡ് ആയി. ഇതെൻ്റെ ഫസ്റ്റ് കമ്പനിയാണ്, ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതിൽ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. ഇൻ്റർവ്യൂ ബേസിക് ലെവലൊക്കെ തന്നെയായിരുന്നു. ഫസ്റ്റ് നമുക്ക് വന്നത് അനാട്ടമി, 3 റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ അനാട്ടമി ബേസ് ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട്. പിന്നെ സെക്കൻഡ് റൗണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ തേർഡ് HR, അതായത് അവരുടെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, സാലറി ഡീറ്റെയിൽ അതൊക്കെ പറയുന്ന റൗണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ ഏപ്രിൽ ബാച്ചിലെയാണ്.
അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞല്ലോ 1 മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞ് അസസ്മെൻ്റ് ഉണ്ടാവും, പിന്നെയാണ് നമ്മൾ പെർമനൻ്റ്ലി പ്ലേസ്ഡ് ആവണം എന്നുള്ളത്. അപ്പോൾ ഈ അസസ്മെൻറ്റിൽ നമ്മളത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അറ്റ് ഫസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ, അപ്പോൾ എന്തായിരിക്കും നമുക്ക് രണ്ടാമത്തെ അസസ്മെൻ്റ് എഴുതാൻ പറ്റുമോ, അതോ നമുക്ക് അവിടെ നിന്ന് ലൈക്ക് നമുക്ക് പിന്നെ 1 മാസം പ്രൊബേഷൻ അങ്ങനെ എക്സ്റ്റെൻഡ് ആവുമോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, 1 മന്ത് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഡേ ഒരു അസസ്മെന്റ് വെക്കും. അതിനകത്ത് പാസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അവർ അസസ്മെന്റ് തരും. പാസ്സാവും എന്തായാലും നമ്മൾ, കാരണം അതുപോലത്തെ ട്രെയിനിങ് ആണ് അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഒപ്റ്റത്തിൽ. എന്തുകൊണ്ടാണ് MCOM എടുത്തിട്ട് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം? 3 മാസം നമ്മൾ ഈ കോഴ്സ് പഠിച്ച് പെട്ടെന്ന് ഒരു ജോബ് കിട്ടുന്നുള്ളൊരു അതുകൊണ്ട് ഞാൻ കയറിയത്. അതുപോലെ തന്നെ ജോബ് കിട്ടുകയും ചെയ്തു. കാർഡിയോ വെച്ചാൽ ഡ്രൈവ് വഴി എനിക്ക് ജോബിൽ കയറാനും പറ്റി. മറ്റുള്ള കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കും, പിന്നെ അത് ജോലി കിട്ടുമെന്നൊന്നും അറിയില്ല. ഇതപ്പം CPC പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എവിടെയായാലും ജോബ് കിട്ടാനായിട്ട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട, എവിടെയായാലും നമ്മളെടുക്കും. അപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിട്ട്? ലൈഫ് സയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇൻ്റർവ്യൂസിന് ബുദ്ധിമുട്ട്. ഇവിടെ അനാട്ടമി ക്ലാസ്സുകളൊക്കെ നല്ലതുപോലെ എനിക്ക് അശ്വതി മിസ്സായിരുന്നു എൻ്റെ. അപ്പോൾ അനാട്ടമി ക്ലാസ്സുകളൊക്കെ നല്ലതുപോലെ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്ത് തരുമായിരുന്നു. അതൊക്കെ തന്നെ ഞാൻ പഠിച്ച് ഇൻ്റർവ്യൂവിന് പോയത്. അതൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. കമ്പനിയുടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കമ്പനിയുടെ ബോണ്ട് ഞങ്ങൾക്ക് ബോണ്ട് ഉണ്ടായിരുന്നില്ല, ഒപ്റ്റത്തിൽ ബോണ്ട് ഇല്ല. ഈ വർക്കിന് കയറിയതിന് ശേഷം എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഈ ഫീൽഡിൽ ഉള്ള വർക്ക് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടൈമിൽ കയറിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പം ഏത് ജോബ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഡിഫിക്കൽട്ട് തോന്നും. പിന്നീട് അത് 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആയി. ഫസ്റ്റൊക്കെ പേഷ്യൻസിൻ്റെ ചാർട്ട് കാണുമ്പോൾ തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എന്ത് ചെയ്യണം എന്താണെന്നൊന്നും ഒരു അറിവില്ല. പിന്നീട് അവിടുന്ന് 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേനും ജോബിനോട് ഓക്കെ ആയി. പേഷ്യൻസിൻ്റെ ചാർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെന്തിനാണ് വന്നത്, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോഡുകളൊക്കെ നമ്മളെ കണ്ണ് തന്നെ വന്ന് ക്യാപ്ചർ ചെയ്യും. ആദ്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ അത് ലൈൻ ബൈ ലൈനായിട്ട് ഓരോ പേഷ്യൻസിൻ്റെ ചാർട്ട് വായിക്കേണ്ടി വന്നിരുന്നു ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ. പിന്നീട് അവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഇയർലി മെമ്പർഷിപ്പ് റിന്യൂവൽ ചെയ്യണമല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെ കമ്പനി തന്നെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് കമ്പനി തന്നെയാണ് ചെയ്തു തന്നിരുന്നത്. സാലറി എത്രയാണ് കിട്ടിയിരുന്നത്? സ്റ്റാർട്ടിങ് സാലറി ഞങ്ങൾക്ക് 26,000 പറഞ്ഞിരുന്നത്. എന്നിട്ട് അതിൽ PF ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ഒരു 6 മന്ത് മുന്നേ സാലറി ഇൻക്രിമെൻറ്റ് വന്നിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടും അതുപോലെ ഇൻക്രിമെൻറ്റ് വന്നിരുന്നു. വർക്കിംഗ് ഡേയ്സ് ഒക്കെ എത്ര ആയിരുന്നു? വർക്കിംഗ് ഡേയ്സ് അവിടെ മൺഡേ ടു ഫ്രൈഡേ, പിന്നെ സാറ്റർഡേയ്സിൽ ഓവർ ടൈം ഉണ്ടാവും. ഓവർ ടൈമിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. ഏതൊക്കെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു? ഷിഫ്റ്റ് ടൈം 8 to 5:30. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു? നൈറ്റ് ഷിഫ്റ്റ് ഇല്ല. കാർഡിയെന്ന് ലഭിച്ച സപ്പോർട്ടൊക്കെ എന്തല്ലായി? കാർഡിയെന്ന് ലഭിച്ച സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടാൻ കാരണം തന്നെ കാർഡിയാണ്. ഫുൾ സപ്പോർട്ട് ഇവിടുന്ന് ഉണ്ടായിരുന്നു കാർഡിയയുടെ. കമ്പനിയിൽ നിന്നേ റീലൊക്കേഷൻ സപ്പോർട്ട് കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു. ആണല്ലേ? എങ്ങനെ റീലൊക്കേഷൻ ഇവിടുന്ന് ഞങ്ങൾക്ക് 40 days ഹോട്ടലിൽ സ്റ്റേ ഉണ്ടായിരുന്നു. ഒരു 3 star ഹോട്ടലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ശേഷം വന്നവർക്ക് സ്റ്റാറൊക്കെ കൂടി. അപ്പം 14 days ഞങ്ങൾക്ക് സ്റ്റേ തന്നിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഫസ്റ്റ് മന്ത് തന്നെ ഞങ്ങൾക്ക് റീലൊക്കേഷൻ ബോണസ് ആയിട്ട് ഒരു 30K ക്രെഡിറ്റ് ആയി. നമ്മൾ ജനറലി IT കമ്പനീസിൽ ഉണ്ടാവുന്ന പോലെ നമ്മൾ എല്ലാ മന്ത്ലി ബേസിസിൽ ഇപ്പോൾ TADA, ഹൗസിംഗ് അലവൻസ്, ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാവുമല്ലോ, ഒരു ബേസിക് മിനിമം എമൗണ്ട് നമ്മുടെ സാലറീൻ്റെ അത് അല്ലാത്തതായിട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അലവൻസസ് ലൈക്ക് ട്രാവൽ ഓർ ഹൗസിംഗ് അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ബേസിസ് കിട്ടാറുണ്ടോ അപ്പാർട്ട് ഫ്രം ദ സാലറി? അതോ ഇതിൽ ഇൻക്ലൂഡഡ് ആണോ? സാലറി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് 3 months കൂടുമ്പം നമുക്ക് ഇൻക്രിമെന്റ്സ്. സാലറി ആ ഇൻക്രിമെന്റ്സിന്റെ പേസ് എങ്ങനെയാ? ലൈക്ക് നമുക്ക് അത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. അതിന് ഓരോ ടയർ 1, ടയർ 2 അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോ അവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് മന്ത്ലി. അതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ ക്വാളിറ്റി, നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി, പിന്നെ നമ്മുടെ യൂട്ടിലൈസേഷൻ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം മെറ്റ് ചെയ്താലേ നമുക്ക് ഈ ഇൻക്രിമെന്റ് കിട്ടുള്ളൂ. അത് ഓരോ ടയർ 1, ടയർ 2, ടയർ 3 അങ്ങനെ എമൗണ്ട് കൂടി വരും. അതിന്റെ കൂടെ തന്നെ വർക്ക് ലോഡും കൂടി വരും. വർക്ക് ലോഡ് ഇല്ല, അത് നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ചേ ഉള്ളൂ. ടാർഗറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ മാത്രം
നമുക്കത് ചെയ്ത് തീർക്കാനൊരു ബുദ്ധിമുട്ട് തോന്നും, അല്ലാതെ വേറെ വർക്ക് ലോഡൊന്നും. വർക്ക് ഫ്രം ഹോം എടുക്കാൻ പറ്റൂലേ? അത് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ പറ്റുമോ? ഒപ്റ്റത്തിൽ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അവൈലബിൾ ആണ്. ഞാനൊരു 5 മന്ത്സ് ആയപ്പോഴത്തേനും എനിക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടി തുടങ്ങി. ഇപ്പോൾ അവിടെ 10 days ഓഫീസും ബാക്കി വർക്ക് ഫ്രം ഹോം ആയിട്ട് അപ്പോൾ കൊടുക്കുന്നത്. അതിപ്പം ഒപ്റ്റത്തിൽ അങ്ങനെയാണ്, മറ്റുള്ള കമ്പനീസിൽ അങ്ങനെ ആവണമെന്നില്ല. ഒപ്റ്റത്തിൻ്റെ ബേസിസ് അങ്ങനെയാണ്. നമ്മളെല്ലാവരും വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ വർക്ക് ലോഡും വർക്ക് പ്രഷറും. അപ്പോൾ ആ വർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഞങ്ങളെല്ലാവരും ബിഗിനേഴ്സ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വല്ല ടിപ്സ് എന്തെങ്കിലും പറയാനാണോ? ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് ഇപ്പം നിങ്ങളൊക്കെ ഫ്രഷേഴ്സാണ്, ആരും ജോലിക്ക് കയറിയിട്ടില്ല. കയറുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും. നമുക്ക് കാര്യങ്ങളൊന്നും അറിയാം, നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നീട് അതിനോട് ഹാബിച്വേറ്റഡ് ആയി മാറും നമ്മൾ. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊന്നും, പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് എഫേർട്ട് എടുത്ത് നമുക്ക് മന്ത്ലി സാലറി കയറുമ്പോഴായിരിക്കും ഇത് നമ്മുടെ അടുത്ത എഫേർട്ടൊക്കെ നമുക്കതൊന്നും ആയിട്ട് തോന്നില്ല. സ്ട്രഗിൾ ചെയ്തൊന്നും ആയിട്ട് നമുക്ക് തോന്നില്ല. ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, പിന്നീട് നമ്മളത് ഓക്കെ ആയി വരും. പിന്നെ ഈ ഗൈഡ് ലൈൻസ് എല്ലാം ഇയർലി അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഇപ്പോൾ 1 year ആയെന്നല്ലേ പറഞ്ഞത്? 1 year കഴിഞ്ഞു. അപ്പോൾ അപ്ഡേറ്റ് വന്നത് സിങ്കായി പോകുന്നുണ്ടോ? പുതിയ അവര് നമുക്ക് സീനിയർ ആയിട്ട് ഒരു കോഡർ ഉണ്ടായിരിക്കും നമുക്ക് മേലെ. അപ്പം അപ്ഡേഷൻ വരുന്നത് നമുക്ക് ടീംസ് ആപ്പ് വഴിയാണ് നമുക്ക് എല്ലാം ഷെയർ ചെയ്ത് തരുന്നത്. അതിനകത്ത് ഷെയർ ചെയ്ത് തരും. പിന്നെ അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചയിൽ 2-3 തവണയൊക്കെ ക്ലാസ് ഉണ്ടാവും. ഒരു 1 hour ഒക്കെ ഉണ്ടാവും. അപ്ഡേഷൻസ് കുറിച്ചിട്ടൊക്കെ ഉണ്ടാവും. ലിമിറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഏജ് ലിമിറ്റ് ഇല്ല അവിടെ. എൻ്റെ അറിവിലൊരു 30, 38, 40 വയസ്സിൽ കയറിയവരൊക്കെ ഉണ്ട്. ഒറ്റ ഒരിക്കലും ഏജ് ലിമിറ്റ് പറയുന്നില്ല. കാർഡിയിൽ ഇവരെ പോലെ തന്നെ ആദ്യമായിട്ട് ബിഗിനറായി വന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് CPC പ്രിപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ജോലിക്ക് കയറി അവിടുന്ന് ഒരു 1 year എക്സ്പീരിയൻസും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതാണ് ടോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ CPC ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് അവിടെ കയറുമ്പോൾ മൈൻഡ് ഫുള്ളും 0 ആയിരുന്നു. പിന്നീട് അവിടുന്ന് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നതോറും നോളജ് കൂടി വന്നു. പിന്നെ അവരുടെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീക്കിലി 2-3 times ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പം അപ്ഡേഷൻസിൻ്റെ ആയാലും എങ്ങനെയായാലും ക്ലാസ്. പിന്നെ നമുക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും മന്ത്ലി, അതിൻ്റെ ക്ലാസ് റിവ്യൂസൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കേട്ട് നല്ല നോളജായി. കോഡുകളൊക്കെ മനപ്പാടായി. ഒരുവിധം എല്ലാ കോഡുകളും കാണാപ്പാടായി. അപ്പം കൂടുതലും അവിടെ കേരളീയരാണ്, നമ്മുടെ കാർഡിൽ നിന്നുള്ള പിള്ളേരാണ് മെജോറിറ്റി അവിടെ. അപ്പോൾ കേരളത്തിൻ്റെ ആഘോഷം തെലുങ്കാന രണ്ടും അവിടെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപോലെ. ട്രെയിനിങ് എക്സലൻസ് കാർഡിയൻ്റെ 20ാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം. എവിടെയാണ് എൻ്റെ കോഡർ? നിങ്ങളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ ഒരു കോഡർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിലൊരു മാതൃക ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഉയർന്ന ലെവലുകളിലേക്ക് ഇനിയും വരാനുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്.